നടിയെ ആക്രമിച്ച കേസിൽ അവരെ പച്ചയ്ക്ക് കത്തിക്കണമെന്ന് പറഞ്ഞവർ പോലും കോടതിയിൽ പോയി മൊഴി മാറ്റിയെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ആര് മാറിയാലും ഈ പോരാട്ടം അവസാനിക്കില്ല. സുപ്രീം കോടതി വരെ പോരാട്ടം തുടരുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കണ്ണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച അവൾക്കൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. ഒരു നടി എന്നതിനപ്പുറം ഒരു സ്ത്രീ എന്ന പരിഗണനയാണ് അതിജീവിതയായ അവൾക്ക് ഈ സമൂഹം നൽകുന്നതെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അവൾ മനസമാധാനത്തോടെ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നരാധവന്മാർ ഉണ്ട്. പച്ചക്ക് കത്തിക്കണം എന്ന് പറഞ്ഞവർ പോലും കോടതിയിൽ പോയി മൊഴിമാറ്റി. അവളെ ഒരു വിധത്തിലും അവൾ സമാധാനമായി ജീവിക്കാൻ പാടില്ല. ഇതിൽ കൂറുമാറിയ രണ്ട് വ്യക്തികൾ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞ ആളാണ്. അവരാണ് കോടതിയിൽ പോയി മൊഴി മാറ്റിയത്. ഇതെല്ലാം എന്തിൻ്റെ പേരിലായിരിക്കാം? എന്താണ് അവരെ ഭയപ്പെടുത്തുന്നത്? അതിജീവിതക്ക് നീതി കിട്ടും വരെ സുപ്രീം കോടതിയിലടക്കം പോരാട്ടം തുടരുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഇത് സുപ്രീം കോടതിയിൽ എത്തുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയുന്നു, എന്നോടൊപ്പം നിങ്ങൾ ഉറക്കെ പറയണം, എന്നും അവളോടൊപ്പം. കണ്ണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച അവൾക്കൊപ്പം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KPV പ്രീത അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി N സുകന്യ, അഡ്വക്കേറ്റ് PM ആതിര, ജില്ലാ സെക്രട്ടറി PK ശ്യാമള, PP ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.